എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെള്ളയപ്പവും സ്റ്റൂ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ കൂട്ടുകാരെ. എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പവും അതിനോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. 1 മണിക്കൂർ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പവും അതിനോടൊപ്പം നല്ല കിടിലനായിട്ടുള്ള സ്റ്റൂവും. ഈ ക്രിസ്മസിന് ഇതായിക്കോട്ടെ നിങ്ങളുടെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. ആദ്യം നമുക്ക് വെള്ളയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുത്താലോ. ഇത് തലേദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ചിരുന്നതാണിത്. ഇത് ഞാൻ 1 ഗ്ലാസ് അളവിൽ പച്ചരി അളന്നെടുത്ത അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് തേങ്ങ ചിരകിയതും 1/4 ഗ്ലാസ് ചോറും അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഈസ്റ്റിന് പകരം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാവ് അരച്ച് വെച്ചതിനകത്തുനിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പുളിപ്പ് മാറ്റി വെച്ചിരുന്നു. ആ ഒരു പുളിപ്പും കൂടെ ചേർത്ത് തലേദിവസം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഒരു കൂട്ടാണിത്. ഇവയെല്ലാം മിക്സ് ചെയ്ത ശേഷം അത് നെഗര നിൽക്കത്തക്ക രീതിയിലുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്ത ശേഷം അടച്ച് തലേദിവസം രാത്രി വെച്ചിരുന്നതാണ്. കാലത്താണ് ഞാനിത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഈ അപ്പം തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കാത്തത്. ഇനിയും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് അരച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. വെള്ളയപ്പത്തിനുള്ള ബാറ്റർ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസായിട്ടല്ലല്ലോ നമ്മൾ അരച്ചെടുക്കുന്നത്. നമുക്ക് ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ ഈസിയാണ്. തലേദിവസം രാത്രിയിൽ നമ്മൾ കപ്പിലോ ഗ്ലാസ്സിലോ ഏതിലാണോ അരിയൊക്കെ അളന്നെടുക്കുന്നത് അതേ അനുപാതത്തിൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം 1 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി എടുക്കാം. ഇതുപോലെ അരച്ച ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവ മിക്സ് ചെയ്ത ശേഷം ചെറിയ ചൂടുവെള്ളത്തിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബാറ്റർ ഇറക്കി വെച്ചാൽ മതി. 1 മണിക്കൂറിൻ്റെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് പൊളിച്ച് കിട്ടും. അപ്പോഴത്തേക്കിന് നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് സ്റ്റൂ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മട്ടനാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കിയതാണ് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. സ്റ്റൂവിന് എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള മട്ടൻ്റെ പീസുകൾ എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. 3 ഏലക്കായും 2 പീസ് ഗ്രാമ്പും 1 ചെറിയ കഷ്ണം പട്ടയും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് റോയായിട്ടുള്ള കുരുമുളകും 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും കൂടെ ഞാൻ ചതച്ചെടുത്ത ആ ഒരു കൂട്ടാണ് ഈ മട്ടനിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളകും ഞാൻ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഈ പീസസൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ കൂട്ടെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ തിരുമി യോജിപ്പിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3/4% വേവിച്ച് കിട്ടണം നമുക്ക്. ഇനി വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇടത്തരം വലുപ്പമുള്ള 2 സവാള വളരെ കനം കുറച്ചരിഞ്ഞതും ഇനിയും എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണല്ലോ ഈ സ്റ്റൂവിന് കൂടുതലും ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറി ലീഫും 2 അല്ലി വെളുത്തുള്ളി 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതുകൂടെ എടുക്കുന്നുണ്ട്. ഇത് ഇത്രയും നമുക്ക് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യമുള്ളതാണ്. 1 ക്യാരറ്റും അതോടൊപ്പം തന്നെ മീഡിയം വലുപ്പമുള്ള 1 പൊട്ടറ്റോയും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയും നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആകണ്ട, എന്നാൽ നല്ല രീതിയിൽ വഴന്ന് കിട്ടുകയും വേണം. ഈ ഉള്ളിയുടെ നിറമൊക്കെ മാറിക്കഴിഞ്ഞാൽ സ്റ്റൂവിൻ്റെ നിറം മാറും. സ്റ്റൂ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി നമുക്ക് തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഇളക്കി കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഉള്ളിയുടെ നിറം മാറാനായിട്ട് നിൽക്കേണ്ട. ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. അവയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നമുക്ക് ആ ഉള്ളിയുമായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടിയോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കത്തില്ല. പൊടികളൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയ പൊടികളുടെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. മട്ടൻ ഒരു 3/4% മാത്രമേ ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു കൂട്ടിൽ കിടന്ന് വേണം ബാക്കിയും കൂടെ വേകാനായിട്ട്. അപ്പോൾ മട്ടനും ആ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും വേവിച്ചെടുക്കണം. ഇനിയും പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടണമല്ലോ. തേങ്ങാപ്പാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 2 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഈ തേങ്ങയുടെ രണ്ടാം പാൽ കിടന്ന് ഈ പൊട്ടറ്റോയും ക്യാരറ്റും ഒക്കെ വെന്ത് കിട്ടണം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു തേങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 15 കശുവണ്ടി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അരച്ചെടുക്കാനുണ്ട് ഈ ഒരു ടൈമിൽ. രണ്ടാം പാലിൽ കിടന്ന പൊട്ടറ്റോയുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 പീസ് ഞാനൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കശുവണ്ടി അരച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കശുവണ്ടി അരച്ചതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല കുറുകി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതും കൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. കശുവണ്ടി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കണം 1/2 കപ്പ് അളവിൽ. ഇപ്പം നമ്മുടെ കറി നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും നല്ല കുറുകി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. 1-ാം പാലൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അവസാനം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചതച്ച കുരുമുളകാണ്. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിയും. ക്രിസ്മസിന് ഇതുപോലെ ഒരു സ്റ്റൂ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? ഈ ക്രിസ്മസിന് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൺ സ്റ്റൂ ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റൂ റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഇനി താളിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി നുറുക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 1 തണ്ട് കറി ലീഫും 2 വറ്റൽമുളകുമാണ് ഇതുപോലെ മൂപ്പിച്ചെടുക്കുന്നത്. ഈ താളിപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കിന് കറിയുടെ ടേസ്റ്റ് ഒരു വേറെ ലെവൽ തന്നെയാകും. ഈ മൂപ്പിച്ച കൂട്ടിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൺ സ്റ്റൂവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ രുചികരമായിട്ടുള്ള മട്ടൺ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുകി നല്ല തിക്ക് ഗ്രേവിയോടുകൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നമുക്ക് പാലപ്പം, വെള്ളയപ്പം എല്ലാത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാനായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ ആണ് കൂട്ടുകാരുമായിട്ടിന്ന് പങ്കുവെച്ചത്. മാവ് നമ്മൾ അരച്ച് വെച്ചിട്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. പുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. കറി തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ നമുക്ക് എടുത്തുള്ളൂ ഈ ഒരു മാവ് പുളിച്ച് വരാനായിട്ട്. മാവ് അരച്ച് 1 മണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ചെറിയ ചൂടുവെള്ളത്തിൻ്റെ പുറത്തോട്ട് ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാലത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പം റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇനി ഇത് ചുട്ടെടുക്കേണ്ട ഒരു താമസം മാത്രം. കറി ഓൾറെഡി നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞു. വെള്ളയപ്പം എന്ന് പറയുമ്പോൾ കൈയുടെ വെള്ളയുടെ അത്രയും ഒരു വലിപ്പം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള മാവാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഹോൾസൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കണ്ട നിറയെ ഹോളൊക്കെ വന്നിട്ടുണ്ട്. ഈ ക്രിസ്മസിന് കൂട്ടുകാർക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളയപ്പവും അതോടൊപ്പം ഒരു മട്ടൺ സ്റ്റൂ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ടേസ്റ്റിയാണ്, തയ്യാറാക്കിയെടുക്കാനായിട്ട് അധികം പാടുമില്ല. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. കറിയൊക്കെ കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട് നല്ല കിഡു കോമ്പിനേഷനായിട്ടുള്ള ഒരു മട്ടൺ സ്റ്റൂ ആണ്. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇതിങ്ങനെ തയ്യാറാക്കിയാൽ നിങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നിറയെ ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പവുമാണ് ഈ ഒരു രീതി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നത്. ഈ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ മട്ടൺ സ്റ്റൂ നല്ല കിഡു കോമ്പിനേഷനാണ്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.